ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ മോമോസാണ്, അതും പനീർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് മോമോസിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് ഞാനിത് 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മൈദയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ അതേ രീതിയിൽ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അല്ലാതെ ലൂസായി പോകരുത്, അധികം ഈ ഒരു പശ വരണ്ട. അപ്പം ഈ ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കതിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒന്ന് തടവി വെച്ച് കൊടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് ഇതേപോലെ ഒന്ന് നമുക്ക് കുഴച്ചിട്ട് എണ്ണ തടവിയിട്ട് മാറ്റി വെക്കാം. നിങ്ങൾ സൺഫ്ലവർ ഓയിലോ അങ്ങനെ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം യൂസ് ചെയ്യുക, അല്ലാതെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. ഇനി ഒരു 10 മിനിറ്റ് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 1/2 കഷ്ണം സവാള ചെറുതായി മുറിച്ച് അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അല്ലാതെ വഴണ്ടി വരണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പിൻ്റെ അടുത്ത് കാബേജ് വളരെ ചെറുതായിട്ട് വേണം ഒക്കെ മുറിച്ചെടുക്കുന്നത്. അപ്പം വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്ത കാബേജ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ്, അതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂണിൽ എടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇനി ചേർക്കുന്നത് പനീറാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പനീറാണ്. അപ്പോൾ പനീറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളാക്കി കിടക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊന്ന് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പനീറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. പനീറും കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ടൊമാറ്റോ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊതുവേ അങ്ങനെ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ടൊമാറ്റോ സോസും കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു ഫില്ലിങ്ങിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. വെറും സോയാ സോസ് ആകുമ്പോൾ എനിക്കത്ര സുഖം തോന്നിയില്ല. ഇതൊക്കെയും ചേർത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചത് ഏകദേശം ഒരു 10-15 മിനിറ്റിന് എടുത്തായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെ ചെറിയ ഉരുളകളാക്കി ഇതേപോലെ ചെറിയ ബോൾസാക്കി മാറ്റിയ ശേഷം നമുക്കതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് തന്നെ നമ്മൾ പരത്തിയെടുക്കാം. മോമോസിൻ്റെ ഷീറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മൈദൻ്റെ പൊടിയൊന്ന് തൂവി കൊടുത്ത ശേഷം നമുക്ക് അതൊന്ന് റൗണ്ടാക്കി പരത്തിയെടുക്കാം. വളരെ തിന്നാക്കി പരത്തുകയാണ് വേണ്ടത്, കട്ടി ഉണ്ടാവാൻ പാടില്ല. വളരെ തിന്നായിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ല തിന്നായിട്ട് വേണം വരിക. സെൻറ്റർ അത്ര ഇതില്ലെങ്കിലും സൈഡൊക്കെ നന്നായിട്ട് തിന്നായിട്ട് വരണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസ് മതി. നിങ്ങൾക്ക് ഏതൊരു വലിപ്പം വേണോ ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തത്. എന്നിട്ട് ഇതേപോലെ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുത്ത് നോക്കിയേ നമ്മുടെ ഫില്ലിങ് കൊള്ളുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കിതിനെ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കേണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡ് എടുത്തിട്ട് നമ്മൾ ഈ സാരിക്കൊക്കെ ഈ ഞൊറി ഇട്ടില്ലേ, അപ്പോൾ അതേപോലെ ഒന്നിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആക്കിയിട്ട് അതേപോലെ ഈ രീതിയിൽ നമുക്കതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒരു കിഴി പോലെയാവും. ഈ ഒരു ഷേപ്പാണ് പൊതുവേ മോമോസിന് കാണുന്നത്. കൂടാതെ വേറെ ഷേപ്പുകളിലും ഉണ്ട്. അപ്പം എനിക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടം ഇതാണ്. നമുക്ക് മോമോസ് എന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പാണല്ലോ ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ആവി കയറ്റി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് താഴെ വെള്ളം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ വെക്കുന്ന തട്ടില്ലേ, ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇഡ്ഡലീൻ്റെ തട്ടാണുള്ളതെങ്കിൽ അത് വെച്ചാലേ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ ഒരു തട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ തന്നെ തടവി കൊടുക്കുക. അതേപോലെ നിങ്ങളിത് കിഴിയാക്കി ഓരോന്ന് വെക്കുന്ന സമയത്ത് നമ്മൾ എവിടേക്കാണോ വെക്കുന്നത്, ഒരു പ്ലേറ്റിലാണ് വെക്കുന്നതെങ്കിൽ ആ പ്ലേറ്റിലും നിങ്ങളൊന്ന് ഈ ഓയിലൊന്ന് തടവി കൊടുക്കണം. അല്ലെങ്കിൽ അത് അതിൽ പറ്റിപ്പോകും.
പൊട്ടിപ്പോവും. അതിൻ്റെ സെൻറ്റർ അതിൽ പറ്റി നമുക്ക് കിട്ടില്ല എടുക്കാൻ, അപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഓയിൽ തടവിയ പാത്രത്തിൽ വേണം വെക്കുക. അതിനുശേഷം അതിൽ നമ്മൾ ഈ ആവി കയറ്റാൻ വേണ്ടി വെക്കുമ്പോഴും അതിൽ ആദ്യം എന്ത് ചെയ്യുക, ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഓരോന്നോരോന്നായി ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അതിനെ ഒന്ന് അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോമോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയ ഒരു ഐറ്റമാണ്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇത്. അതിൻ്റെ മോമോസ് ചട്നി കൂട്ടിയിട്ട് വേണം കഴിക്കുക. ആ ചട്നീൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതും കൂടെ ഒന്ന് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ആ മോമോസും ആ ചട്നിയും വെച്ചിട്ട് വേണം കഴിക്കുക. അത് രണ്ടും കൂടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം, അധികം സ്പൈസി ഒന്നുമല്ല. അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.